ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ജേണിയിലുണ്ടായിരുന്ന എല്ലാ സ്കാനിങ്ങിൻ്റെയും ഒരു അനാലിസിസ് ആണ്. ഇത് കുറേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ പ്രഗ്നൻസിയിൽ ആ ഒരു പീരീഡിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പ്രഗ്നൻസി ജേണിയും അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിപ്പോർട്ട്സ് കണ്ടാലോ. അപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എൻ്റെ പ്രഗ്നൻസി ടൈം മൊത്തം ഞാൻ കൺസൾട്ട് ചെയ്തത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉള്ളിൽ നിന്നും എനിക്ക് സ്കാനിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പുറത്തുനിന്ന് സ്കാനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ റിപ്പോർട്ട്സും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഉള്ളിൽ ചെയ്തതുകൊണ്ട് പുറത്ത് ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സ്കാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പ്രഗ്നൻസി സ്റ്റോറി പറഞ്ഞപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്കാനിങ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കാനിങ് ഉണ്ട്. ഒരു സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒരു 5 സ്കാനിങ് ഒക്കെയാണ് മെയിനായിട്ട്. പക്ഷേ എനിക്കൊരു 8 സ്കാനിങ്ങോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൊമിറ്റിംഗ് ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് സ്കാനിങ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഭയങ്കരമായിട്ട് എനിക്ക് വൊമിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്കാനിങ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ കാണിച്ചത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഫസ്റ്റ് സ്കാനിങ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ സ്കാനിങ്, അതിലെനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഫീറ്റൽ പോൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് അവർ ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എഴുതി. അങ്ങനെ രണ്ടാമത് സ്കാനിങ് ചെയ്തപ്പം ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൊമിറ്റിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ കുറച്ച് കേസൊക്കെ അവിടെ ഉണ്ടായി. അത് ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കാണാത്തൊരു കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ മാറി, തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് മാറി. അപ്പോൾ അവിടെയും ഉള്ളിൽ സ്കാനിങ് ഉണ്ട്. അവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ സ്കാനിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ വന്നു, എല്ലാം ഓക്കെ ആയി, നോർമലായിരുന്നു. അവിടെ നിന്ന് ഒരിക്കൽ കൂടെ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 3 സ്കാനിങ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ടോട്ടൽ 3 സ്കാനിങ് ആയി ഹാർട്ട് ബീറ്റിൻ്റെ കാര്യത്തിന്. പിന്നെ എനിക്ക് ഇതുപോലെ ഞാൻ വൊമിറ്റിംഗ് ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും പിന്നെ അഡ്മിറ്റായി. അപ്പോഴും സ്കാനിങ് ചെയ്തു. അപ്പോഴും കുഞ്ഞിന് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്ലാസൻ്റ ലോ ലൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലോ ലൈൻ പ്ലാസൻ്റ ആയതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഭയങ്കര റെസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ വൊമിറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലോ ലൈൻ ആയത്. നമ്മൾ അത്രയും പ്രഷർ കൊണ്ടല്ലേ വൊമിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ലോ ലൈൻ ആയെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊന്നും അല്ല, ലോ ലൈൻ ക്ലാസ്സിൻ്റെ ആയിരുന്നു. അതെന്തോ പറ്റി അങ്ങനെയായി. പിന്നെ അതിൻ്റെ പേരിൽ കുറേ റെസ്റ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും കുറേ പേര് ഞാൻ യൂട്യൂബ് ചാനൽസിൽ മുമ്പേ കണ്ടിട്ടുണ്ട്, ഈ ബോയ് ഗേൾ എന്നൊക്കെ അറിയുന്നത് ഹാർട്ട് ബീറ്റിൻ്റെ ബേസിസിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഹാർട്ട് ബീറ്റ് ഇപ്പം 140ക്ക് താഴെയായ ബോയ്, 140ക്ക് മുകളിലായ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാവിക്ക് 140 ആയിരുന്നു. കുറഞ്ഞാണ് വന്നത്, എന്ന് വെച്ചാൽ കുറഞ്ഞാണ് വന്നത്. എന്നിട്ട് അവൾ ഗേൾ ബേബിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ. ഒരു സിംറ്റംസ് നമ്മളിപ്പോൾ യൂട്യൂബിലോ അവിടെ കാണുന്ന ഗേൾ ബോയ് സിംറ്റംസ് ഒന്നും നോക്കണ്ട, ഒന്നും സത്യമല്ല. പിന്നെ അതുപോലെ തന്നെ വൊമിറ്റിങ്ങിൻ്റെ കാര്യം, വൊമിറ്റിംഗ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ബോയ് ആയിരിക്കും. കാരണം ഒരുപാട് അമ്മയെ കഷ്ടപ്പെടുത്തുന്നത് ബോയ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതും തെറ്റായിരുന്നു, ഗേളായിരുന്നു. അതുകൊണ്ട് അതൊന്നും ചിന്തിച്ച് നമ്മൾ ടെൻഷനോ അങ്ങനെയൊന്നും അടിക്കേണ്ട. നമുക്കൊരു ഹെൽത്തി ബേബിയെ കിട്ടാൻ വേണ്ടിയിട്ട് വേണം എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 2 സ്കാനിങ് ഉണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ട്, കാരണം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങും രണ്ടാമത്തെ സ്കാനിങ്ങും മൂന്നാമത്തെ സ്കാനിങ്ങും ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെയ്യുന്ന സ്കാനിങ് എന്ന് പറയുന്നത് അനോമലി സ്കാനാണ്. അത് നമുക്ക് പ്രൈവറ്റ് സെൻറ്ററിൽ പോയിട്ടാണ് ഞാൻ സ്കാൻ ചെയ്തത്. അത് അനോമലി സ്കാൻ. അനോമലി സ്കാനിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ലോ ലൈൻ പ്ലാസൻ്റ ആയിരുന്നു. അപ്പോൾ ലോ ലൈൻ ആയതുകൊണ്ട് തന്നെ നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടർ വിചാരിച്ചത് ഫസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്കാനിങ് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലോ ലൈൻ പ്ലാസൻ്റ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് ഒരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, 7ാമത്തെ മാസത്തിൽ നമ്മൾ സ്കാനിങ് ചെയ്യില്ലേ. അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഫ്ലൂയിഡ് കൂടുതലായിരുന്നു, അതായത് 17.5 ആയി.
അങ്ങനെ പിന്നെയും വിഷയമായി. പിന്നെ എനിക്ക് ആദ്യം നമ്മളെ 5th മന്തിൽ അനോമലി സ്കാൻ ചെയ്തപ്പോൾ പ്ലാസൻ്റ പോസ്റ്റീരിയർ ആയിരുന്നു. കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ പ്ലാസൻ്റ ലോ ലൈങ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറയുന്നതല്ല കേട്ടോ, നമുക്കൊരു ടെൻഷൻ ആയതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നതാണ്. ഇത് ഓക്കെ ആയെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇപ്പോൾ ലോ ലൈങ് പ്ലാസൻ്റ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത് റെയറായിട്ടൊക്കെ വരുന്നില്ലേ, എല്ലാവർക്കും ലോ ലൈങ് വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പേടിപ്പിക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എനിക്കിതിന് സ്കാനിങ് ചെയ്യാനായിട്ട് ഭയങ്കര ആൻസൈറ്റി ഉള്ള ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. എന്ത് സംഭവിക്കും, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. സമയമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി സ്കാനിങ് ചെയ്യും. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്യാൻ പാടുണ്ടോ എന്ന്. എനിക്ക് ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ടെൻഷനെക്കാളും നല്ലതല്ലേ സ്കാനിങ് ചെയ്ത് ആ ഒരു പ്രശ്നം പോയെങ്കിൽ അത്രയും ഹാപ്പി ആവുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മിനിമം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവണം, സ്കാനിങ് റിപ്പോർട്ട്സ് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് മനസ്സിലാവും, മറ്റേത് ഡോക്ടേഴ്സിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രൈവറ്റിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ചെയ്തതാണ്. 30 weeks ഒക്കെ ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെയ്തു ലോ ലൈങ് മാറിയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ലോ ലൈങ് മാറി, പ്ലാസൻ്റെ ആൻറ്റീരിയർ പൊസിഷനിലായി, പിന്നെ ഫ്ലൂയിഡ് കൂടുതലായി കേട്ടോ. അനോമലി സ്കാനിൽ വെറും ലോ ലൈങ് ആയിരുന്നു. ഇതിൽ വന്നപ്പം ഫ്ലൂയിഡ് കൂടിപ്പോയി. അങ്ങനെ അതായിരുന്നു പിന്നത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പിന്നെ കോഡ് ചുറ്റിട്ടുണ്ടെന്നുള്ളൊരു പാർഷ്യലി കോഡ് ലൂപ്പ് വാവയുടെ കഴുത്തിന് ചുറ്റും ഉണ്ടെന്നുള്ള ഒരു സംഭവം ആ സ്കാനിങ്ങിലാണ് അറിഞ്ഞത്. പിന്നെ അതായി ടെൻഷൻ. അങ്ങനെ ടെൻഷൻ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്തു. പിന്നെയും സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോഡിൻ്റെ കുഴപ്പമില്ല, വെയിറ്റ് കൂടുതലായിരുന്നു. അതായത് 1 week കൂടുതലായിരുന്നു അവരുടെ വെയിറ്റ്. പിന്നെ അതായി ടെൻഷൻ. അങ്ങനെ മൊത്തം കുറേ സ്കാനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ സ്കാനിങ് ആയിട്ട് ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓരോ സ്കാനിങ് റിപ്പോർട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ചെയ്തത് നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഞാൻ ചെയ്ത സ്കാനിങ് ഹാർട്ട് ബീറ്റ് കണ്ടില്ലല്ലോ, ആ സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല. ഇത് ഞാൻ ഫസ്റ്റ് തൈക്കാട് ഹോസ്പിറ്റലിൽ പോയ എല്ലാ സ്കാനിങ് റിപ്പോർട്ട്സാണ് ഇതെല്ലാം. അതുകൊണ്ട് ഞാൻ മറ്റേ സ്കാനിങ് റിപ്പോർട്ട് എവിടെയോ മിസ്സായിപ്പോയി, അത് പോയി കേട്ടോ. ഇത് ഫസ്റ്റ് തൊട്ടുള്ള നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിലെ സ്കാനിങ് റിപ്പോർട്ട്സാണ്. അപ്പോൾ ഇതിൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഹാർട്ട് ബീറ്റ് കണ്ടു. അതാണ് ഈ ഒരു ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടിൽ ഹാർട്ട് ബീറ്റിൻ്റെതാണ്. പിന്നെ രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ടിലെന്ന് പറയുന്നത് പ്ലാസൻ്റ വന്നതാണ്. പ്ലാസൻ്റ പോസ്റ്റീരിയർ ആയിരുന്നു, ലോ ലൈങ്ങുമായിപ്പോയി. അതായിരുന്നു ഈ ഒരു രണ്ടാമത്തെ സ്കാനിങ്ങിൽ വന്ന പ്രശ്നം. പിന്നെ ഞാൻ പുറത്തുനിന്ന് സ്കാനിങ് ചെയ്തു. അതേ മാസം, ഈ ലോ ലൈൻ കണ്ട അതേ മാസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതേ ദിവസം ഞാൻ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആയി. അന്ന് തന്നെ ഞാൻ പോയി പുറത്തുനിന്നൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലോ ലൈങ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ലോ ലൈങ് ഒന്നും പറഞ്ഞില്ല. ഇത് മറ്റേതാണ്, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം അങ്ങനത്തെ ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിലും വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതാദ്യം നമ്മൾ മൂന്നാമത് ചെയ്തത്. പിന്നെ അടുത്ത സ്കാനിങ് ഞാൻ പുറത്തുനിന്നാണ് ചെയ്തത്. അടുത്ത സ്കാനിങ് ഞാൻ പുറത്തുനിന്നാണ് ചെയ്തത്, ഗോപിനാഥ് എന്ന് പറയുന്നൊരു സ്കാനിങ് സെൻറ്ററിൽ നിന്ന്. ആ സ്കാനിങ്ങിലാണ് അനോമലി സ്കാൻ. അതിലാണ് എനിക്ക് ലോ ലൈൻ പ്ലാസൻ്റ വന്നത്. അതിൽ ഹാർട്ട് ബീറ്റ് കണ്ടോ 140 BPM ആണ്. ഇതിൽ കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു കുഴപ്പമില്ല. ഫീറ്റസ് സിംഗിൾ, കാർഡിയക് ആക്ടിവിറ്റി നോർമൽ, സൊമാറ്റിക് മൂവ്മെൻറ്റ്സ് എല്ലാം നോർമലായിരുന്നു. പക്ഷേ പ്ലാസൻ്റ ലോ ലൈൻ തന്നെ അതാണ് പ്രശ്നം വന്നത് ആ ഒരു സ്കാനിങ്ങിൽ. പിന്നെ ഞാൻ ഒരു സ്കാനിങ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ലോ ലൈൻ മാറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ സ്കാനിങ് ചെയ്തു. അപ്പോൾ കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്ടർ ലെവൽ ഫ്ലൂയിഡ് ലെവൽ കൂടുതലായിരുന്നു, 17.5 ആയി. അങ്ങനെ അതായിരുന്നു ആ സമയത്തെ പ്രശ്നം. പിന്നെ ചെയ്തത് ഒരു സ്കാനിങ്. അതിലെ പ്രശ്നം വാവയ്ക്ക് 1 week കൂടുതലായിരുന്നു ഗ്രോത്ത്. അതായിരുന്നു പ്രശ്നം. അത് അടുത്ത സ്കാനിങ്ങിൽ 1 week കൂടുതലായി. ഫീറ്റൽ വെയിറ്റ് 2310 ഗ്രാമായി. ഏകദേശം 1000 സംതിങ് ആണ് ആവേണ്ടത് വാവയ്ക്ക്. പക്ഷേ 1 week കൂടുതലായിരുന്നു ഗ്രോത്ത്. ഓക്കെ. പിന്നെ അതിലും ഫ്ലൂയിഡ് ലെവൽ 17.4 തന്നെയാണ്. പക്ഷെ അതിൽ കൂടിയിട്ടില്ല. അതുകൊണ്ട് വലിയ ടെൻഷൻ അടിച്ചില്ല. കാരണം നേരത്തെ 17.5 ആയിരുന്നു. ഇപ്പോൾ 17.4 ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, വെയിറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് പൊസിഷനൊക്കെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ അവയ്ക്ക് സെഫാലിക് പൊസിഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സെഫാലിക് പൊസിഷന് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഗ്രോത്ത് മാത്രം കൂടുതലായി. ലോലൈങ് ഒക്കെ മാറി, എല്ലാം ഓക്കെ ആയി. പക്ഷെ ഗ്രോത്ത് മാത്രം കൂടുതലായിരുന്നു കേട്ടോ.
വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തത് ഇതാണ് കേട്ടോ, ലാസ്റ്റ് സ്റ്റെപ്പ് 1. കൂടുതൽ സ്കാനിങ് എനിക്ക് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ആൻസൈറ്റി ഉള്ളവർ തീർച്ചയായിട്ടും സ്കാനിങ് ചെയ്ത് ടെൻഷനൊക്കെ മാറ്റണം കേട്ടോ. അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ട് സ്കാനിങ് ഒന്നും ചെയ്യാണ്ട് ടെൻഷൻ അടിച്ചിട്ട് BP ഒന്നും കൂട്ടരുത്. എനിക്ക് BP ഒക്കെ പക്ക നോർമലായിരുന്നു, വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെയും വിചാരിച്ചു ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പം BP കൂടുമെന്ന്, പക്ഷെ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വേറെ ഒരു പ്രശ്നമില്ല. തൈറോയിഡായിരുന്നു എനിക്ക് ഫസ്റ്റ് കൂടുതൽ. പ്രഗ്നൻ്റ് ആയി ആ ഒരു ടൈമിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു, 10 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഗ്രാജുവലി ഡോക്ടർ ടാബ്ലറ്റ് കറക്റ്റ് ഡോസേജ് ഒക്കെ തന്നത് കുറച്ചു. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം. അതൊക്കെ അതിൻ്റേതായ വഴിയിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഡയറ്റും നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം ഇതെല്ലാം നമ്മൾ കഴിക്കണം കറക്റ്റായിട്ട്. പിന്നെ വൊമിറ്റിംഗ് സമയത്ത് സത്യം പറയട്ടല്ല, ആരും അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കൂടുതലും ഗുളികളൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, കാരണം വിഴുങ്ങും വൊമിറ്റ് ചെയ്യും. ആ ഒരു ടൈമായിരുന്നു. അപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ കഴിക്കാൻ നോക്കുക ഗുളിക. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ടാബ്ലറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ തന്നെ കഴിച്ചാൽ വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ അധികം നമ്മൾ ഓരോ സ്കാനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ടെൻഷൻ അടിച്ച് കൂടുതൽ പ്രശ്നമാക്കാതെ ടെൻഷൻ അടിക്കാതിരുന്ന ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ C-സെക്ഷൻ ആയാലും നോർമലായാലും രണ്ടുമൊക്കെ ഏകദേശം ഒരുപോലെ ആയി വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അത് ആലോചിച്ച് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, ഏതായാലും ഓക്കെയാണ്. ഞാൻ C-സെക്ഷൻ ആയിരുന്നു. എനിക്ക് പറയാമല്ലോ, സീരിയസ്ലി എനിക്ക് ഭയങ്കര പെയിനായിട്ടൊന്നും തോന്നിയില്ല. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. ആദ്യത്തെ 5 ദിവസം ഭയങ്കര പെയിനായിരിക്കും. പിന്നെ ഗ്രാജുവലി നമുക്ക് അതുമായിട്ട് നമ്മൾ കോപ്പപ്പായി കുറഞ്ഞു വരും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് എക്സർസൈസും നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ഡയറ്റും കൊണ്ടുപോയി നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നെപ്പോലെ ആ സമയത്ത് കുറേ പേര് ടെൻഷൻ അടിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും ഓക്കെ ആയിരിക്കുക. ഈ ലോ ലൈങ്ങോ ഫ്ലൂയിഡ് കൂടുതലൊന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനൊന്നും അടിച്ച് ചാവാൻ നിൽക്കരുത്. അതൊക്കെ അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.